ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെടുക്കുന്ന വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യൽ VN, CapCut പോലുള്ള സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചിട്ടല്ലേ? നമുക്ക് ആ വീഡിയോയിലേക്ക് മലയാളം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ VN-ലാകട്ടെ വളരെ എളുപ്പമാണ്. എന്നാൽ CapCut-ലാണെങ്കിൽ ഒരുപാട് എഫക്ട്സും കാര്യങ്ങളും VN-നേക്കാൾ കൂടുതലുണ്ട്. എന്നാൽ പ്രോപ്പറായിട്ട് നമ്മുടെ മൊബൈലിൽ അത് വർക്ക് ചെയ്യത്തുമില്ല. അതിനൊരു VPN-ന്റെ സഹായം നിർബന്ധവുമാണ്. VPN ഉണ്ടെങ്കിൽ തന്നെ മലയാളം ആഡ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് CapCut ഉപയോഗിച്ചിട്ട് വീഡിയോയിൽ മലയാളം ആഡ് ചെയ്യാൻ സാധിക്കും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനലിൽ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. CapCut വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു VPN-ന്റെ സഹായം നിർബന്ധമാണ്. പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഏതെങ്കിലും ഒരു VPN ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ ഞാൻ പ്രോട്ടോൺ എന്ന് പറഞ്ഞിട്ടൊരു VPN ആണ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിനി വേണ്ടത് CapCut-ലേക്ക് ആവശ്യമായിട്ടുള്ള മലയാളം ഫോണ്ടാണ്. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് CapCut മലയാളം ഫോണ്ട് എന്ന് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് വരുന്ന റിസൾട്ടിന് താഴെയായിട്ട് ഇവിടെ മലയാളം FML എന്ന് കാണാം. ഈ മലയാളം FML ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരുപാട് മലയാളം ഫോണ്ടുകൾ ഇവിടെ കാണാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഈ FML ഫോണ്ടാണ് നമുക്ക് വേണ്ടത്. ഈ FML ഫോണ്ട് ആയിരിക്കണം നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടതും. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു സ്റ്റൈല് ഫോണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റൈൽ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഡൗൺലോഡ് കൊടുത്തതിന് ശേഷം ഇവിടെ ഈ ഒരു കോഡ് മുകളിൽ കാണുന്ന 644 601, അതായത് നിങ്ങളുടെ മൊബൈലിൽ വേറെ കോഡായിരിക്കും. ഈ ഒരു കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ CapCut ഓപ്പൺ ചെയ്യണം. ആദ്യം തന്നെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള VPN ഓപ്പൺ ചെയ്ത് വെക്കണം. VPN കണക്ട് ചെയ്യുക. എന്നാൽ മാത്രമാണ് നമ്മൾ CapCut പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ. CapCut ഓപ്പൺ ചെയ്യുക. ഏത് വീഡിയോയിലാണോ നമുക്ക് മലയാളം ഫോണ്ട് ആഡ് ചെയ്യേണ്ടത് വെച്ചാൽ ആ വീഡിയോ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ടെക്സ്റ്റ് എന്ന് ഉണ്ടല്ലോ അവിടെ താഴെ ടെക്സ്റ്റ്, ഈ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ആഡ് ടെക്സ്റ്റ് കൊടുക്കുക. ആഡ് ടെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ടെംപ്ലേറ്റ്സ്, ഫോണ്ട്സ്, സ്റ്റൈൽസ് കാണാം. അതിൽ ഫോണ്ട്സ് എന്നുള്ള സെലക്ട് ചെയ്യാം. അതിന് തൊട്ട് താഴെയായിട്ട് മൈ ഫോണ്ട് ഉണ്ട്. ഈ മൈ ഫോണ്ടും സെലക്ട് ചെയ്യുക. മൈ ഫോണ്ടിൽ ആഡ് ഫോണ്ട് എന്നുണ്ട്. ഈ ആഡ് ഫോണ്ട് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് മലയാളം അല്ലെങ്കിൽ വേറെ ഏത് ഭാഷയാണോ ആഡ് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു ഫോണ്ട് ആഡ് ചെയ്യാൻ ആഡ് ഫോണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മൈ ഫോണ്ട് എന്നിട്ട് മൈ ഫോണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഫയൽ മാനേജറിലേക്കാണ് പോകുന്നത്. നമ്മുടെ മൊബൈലിലെ ഫയൽ മാനേജറിൽ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടായിരിക്കും. ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫോണ്ട് ഉണ്ടല്ലോ, അത് സോർട്ട് ചെയ്താൽ ന്യൂവസ്റ്റ് സോർട്ട് ചെയ്താൽ ഫസ്റ്റ് തന്നെ കാണിക്കും. ഇപ്പോൾ FML പൂരം എന്ന് പറഞ്ഞ ഒരു ഫോണ്ടാണ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഫോണ്ട് അപ്ലോഡഡ്, അതായത് നമുക്കിപ്പോൾ ഈ ഒരു ഫോണ്ട് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്ത് ഈ ഫോണ്ട് ആഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഗൂഗിൾ ക്രോമിൽ വീണ്ടും വരിക. എന്നിട്ട് സെർച്ച് ബോക്സിൽ രതീഷ്.in എന്ന് സെർച്ച് ചെയ്യുക. ഈ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് നമ്മൾ മലയാളം ടൈപ്പ് ചെയ്യേണ്ടത്. മുകളിൽ കാണുന്ന ഈ ഒരു സ്ഥലത്ത് നമുക്ക് എന്താണോ ആ വീഡിയോയിൽ ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യേണ്ടത് ആ ഒരു മലയാളം വാക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇപ്പം ഞാനിവിടെ വൈകുന്നേരം എന്ന് എഴുതുന്നുണ്ട്. വൈകുന്നേരം എന്ന് ഇവിടെ മലയാളത്തിൽ എഴുതി. ഇപ്പോൾ ഇതിന് താഴെയായിട്ട് കോപ്പി ബിലോ ടെക്സ്റ്റ് കണ്ടല്ലോ. ഈ ഒരു കോഡ് നമുക്ക് താഴെ ഒരു മഞ്ഞതിൽ കോപ്പി ചെയ്യാൻ എന്നെ ഞെക്കുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ആ കോഡ് കോപ്പി ചെയ്യുക. നമ്മൾ CapCut ഓപ്പൺ ചെയ്യുക. ശേഷം ആഡ് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആഡ് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫോണ്ട്സ് എടുക്കുക. ഫോണ്ട്സിൽ മൈ ഫോണ്ട് എടുത്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫോണ്ട് ഏതാണോ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ എൻ്റർ ടെക്സ്റ്റ് എന്നുള്ള സ്ഥലത്ത് നമ്മൾ അവിടുത്തെ യൂണീക്ക് ആ കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടല്ലോ, ഇവിടെ കറക്റ്റ് ആ ഒരു മലയാളത്തിലുള്ള ലെറ്റർ നമ്മൾ ഡൗൺലോഡ് ചെയ്ത അതേ ഫോണ്ടിൽ ഡൗൺലോഡായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ സ്റ്റൈൽ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ സ്റ്റൈൽ മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ എഫക്റ്റ് മാറ്റി കൊടുക്കാം. ആനിമേഷൻസ് വെക്കണമെന്നുണ്ടെങ്കിൽ ആനിമേഷൻസ് വെക്കാം. എല്ലാം നമുക്ക് ഇതൊന്നും സാധിക്കും. ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് വീഡിയോൻ്റെ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കാം. വീഡിയോ ഇപ്പോൾ എക്സ്പോർട്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗാലറിയിൽ പോയാൽ കറക്റ്റായിട്ട് നമുക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും.
വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ മലയാളം ആഡ് ചെയ്യാൻ സാധിച്ചു. ക്യാപ്കട്ടിൽ എങ്ങനെയാണ് മലയാളം ആഡ് ചെയ്യേണ്ടതെന്നുള്ള ഈ വീഡിയോ കണ്ട് മനസ്സിലായെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.